ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഒരു പുതിയ സെഗ്മെൻറ്റിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് രാഹുകേതുക്കളുടെ രാശി മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഏതാനും വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൊരു സാഹചര്യം ഉണ്ട്. ഇത് ചെയ്യാൻ ഇടയായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ 2025 ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഇതുവരെ അന്ധവിശ്വാസമായിട്ട് കരുതിയിരുന്ന പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. ഈ വർഷം ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അത് പ്രകൃതിക്ഷോഭമായിട്ടാണെങ്കിലും യുദ്ധങ്ങളായിട്ടാണെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണെങ്കിലും രാഷ്ട്രീയത്തിലുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥകളായിട്ടാണെങ്കിലും പല രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ രാജ്യം എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ ഭൂമിയിൽ പല രീതിയിലത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ജ്യോതിഷത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഗ്രഹത്തിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ ശനിയുടെ രാശിമാറ്റം, അതായത് മാർച്ച് 29 നടന്ന ശനിയുടെ രാശിമാറ്റം ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അതായത് മെയ് 14 തീയതി ആയപ്പോഴത്തേക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുകേതുക്കൾക്ക് രാശിമാറ്റം. ഇതിങ്ങനെ വളരെ വളരെ ക്ലോസ് ആയിട്ട് ഉള്ള ദിവസങ്ങളിൽ ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിലും ഇതുപോലെ തന്നെ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ശനി രാശി മാറിയപ്പം കുറേ അനുഭവങ്ങളുണ്ടായി. വ്യാഴം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റ് ചില അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ രാഹുവും കേതുവും മാറിക്കഴിയുമ്പോഴത്തേക്കും അവയ്ക്ക് വീണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യോതിഷത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ ഒന്നിച്ച് നമുക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ രാഹുകേതുക്കളുടെ രാശിമാറ്റം 1.5 വർഷത്തിലൊരിക്കലേ നടക്കുന്നുള്ളൂ. അപ്പം ഈ 3 ഗ്രഹങ്ങളുടെയും പ്രത്യേകത ഏതാണ്? 3 എന്ന് പറഞ്ഞാൽ 2 ധൂമഗ്രഹങ്ങളാണ്. രാഹുവും കേതുവും നിഴലുകളാണ്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 പോയിൻ്റുകൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾക്കറിയാവില്ല, ഗ്രഹണത്തിൻ്റെ സമയത്ത് പ്രകൃതിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ. അപ്പോൾ രാഹുവിനും കേതുവിനും ഒരു വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ടും അവയുടെ ചലനങ്ങൾ ഭൂമിയെയും പ്രകൃതിയെയൊക്കെ സ്വാധീനിക്കുന്നത് കൊണ്ടുമാണല്ലോ ഈ മാറ്റങ്ങൾ പ്രകൃതിയിലുണ്ടാകുന്നത്. അല്ലാതെ പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഗ്രഹണ സമയത്ത് നിശ്ചലരായിട്ട് നിൽക്കുന്നത്, സസ്യങ്ങളുമൊക്കെ നിശ്ചലരായിട്ട് നിൽക്കുന്നത് അവർക്ക് അന്ധവിശ്വാസം ഉള്ളത് കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിനിയും പഠിക്കാനുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇടവക്കൂറുകാർക്ക് ഈ ശനിമാറ്റവും വ്യാഴമാറ്റവും അതിന് പിന്നാലെ വന്ന രാഹു കേതു മാറ്റങ്ങളും കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ഇനി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് വഴിപാടുകൾ, ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന 1/4 ഭാഗം, അതായത് 2, 3, 4 പാദങ്ങൾ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവർ, ആദ്യ പകുതിയിൽ ജനിച്ചവർ. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉള്ള അനുഭവങ്ങളെപ്പറ്റി നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ഇടവക്കൂറിൻ്റെ നേരത്തെയുള്ള ഒരു അവസ്ഥ നോക്കി. മാർച്ച് അവസാനം ശനി അവരുടെ 11ാം ഭാവത്തിലേക്ക് വന്നു. ശനി 11ൽ വരുന്ന കാലത്ത് വളരെ സുഖകരമായ ഒരു അനുഭവമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി, കൃഷിയിൽ നിന്ന് നല്ല ആദായം, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് നല്ല ആദായം കിട്ടുന്നു, ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകുന്നു, അതുപോലെ ജോലി കുറച്ചുകൂടെ ഗുണകരമായിട്ട് വരുന്നു, മേലുദ്യോഗസ്ഥർക്ക് പ്രീതി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുബന്ധമായിട്ട് വീണ്ടും പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നു. നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ശനി 11 നിൽക്കുന്ന കാലം. അങ്ങനെ നിൽക്കുകയായിരുന്നു. കൂടാതെ മറ്റൊരു അവസ്ഥ നോക്കിയേ, വ്യാഴം 2ലേക്കാണ് മാറിയത്. വ്യാഴം 2 പറയുന്നത് ധനഭാവമാണ്, വാക്കിൻ്റെ ഭാവമാണ്, വിദ്യയുടെ ഭാവമാണ്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിയുമ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിൽ നല്ല ഉന്നതി കിട്ടുന്നു, ധനപരമായിട്ട് നല്ല ഐശ്വര്യങ്ങൾ കിട്ടുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകൾ വളരെ മധുരമുള്ളതാകുന്നു. എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം വരുന്നത്. അപ്പം വ്യാഴത്തിൻ്റെ മാറ്റവും രാഹുകേതുക്കളുടെ മാറ്റവും അടുത്തടുത്തായതുകൊണ്ട്
അത്ര വ്യക്തമായിട്ടത് അനുഭവപ്പെട്ട് കാണുകയില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ രാഹു മീനൻ രാശിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭൻ രാശിയിലേക്ക് എത്തി. കേതുവാണെങ്കിൽ നേരെ 180 ഡിഗ്രി എതിരെയാണ് നിൽക്കുന്നത്. കേതു കന്നി രാശിയിൽ നിന്ന് നീങ്ങി ചിങ്ങൻ രാശിയിലേക്കും എത്തി. അതായത് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും എത്തി. മാത്രമല്ല ചൊവ്വയുമായിട്ട് യോഗം ചെയ്താണ് കേതുവിൻ്റെ നിൽപ്പ്. 2 പാപഗ്രഹങ്ങളാണ്. ഒന്ന് കൊടിയ പാവനായ കുജനും, 2 വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കേതു, രണ്ടും ഒന്നിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം വ്യാഴം 2-ലും ശനി 11-ലും നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ ഇടവക്കൂറുകാർക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ രാഹുവും കേതുവും അവരുടെ സ്ഥാനങ്ങൾ കൊണ്ട് ചെറിയ തോതിലെങ്കിലും ഈ ഗുണാനുഭവങ്ങളുടെ മുകളിൽ ഒരു നിഴൽ വീഴ്ത്തുന്നതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ തീരെ മോശമല്ല, കാരണം രാഹുവും കേതുവും അത്ര ദുസ്ഥാനങ്ങളിലാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഇടവക്കൂറിന് കിട്ടേണ്ട മഹാഭാഗ്യങ്ങളെ ഒരു പരിധിവരെ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും നിഴലുകൾ ഒന്ന് തളർത്തിക്കളയും, അല്ലെങ്കിൽ മറച്ചു വെക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ രാഹു കർമ്മഭാവത്തിലാണ് എത്തിയിട്ടുള്ളത്, 10-ൽ. അപ്പം ഇടവക്കൂറുകാരുടെ 10-ലാണ് രാഹു എത്തിയിട്ടുള്ളത്. അപ്പം കർമ്മഭാവം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ തൊഴിൽ, അല്ലെങ്കിൽ ജോലി, ബിസിനസ്, ഇതിലൊക്കെയാണ് രാഹു എത്തിച്ചേർന്നിരിക്കുന്നത്. പലപ്പോഴും ഏത് സംരംഭം തുടങ്ങിയാലും ഓരോ തലവേദനകൾ വന്നു ചേരാം. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് എടുത്തു എന്ന് വെക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, സൈറ്റ് ക്ലിയറൻസോ അല്ലെങ്കിൽ പെർമിഷൻസ് കിട്ടാതിരിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെർട്ടുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, അവർ വേറൊരു ഇതിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിച്ചവർക്ക് അത് അതിൻ്റെ ആവശ്യമായ ധനപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ നിഴൽ വീഴ്ത്തും. എന്നാൽ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല, നമ്മൾ അതിനുവേണ്ടി അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ രാഹു കർമ്മഭാവത്തിൽ കയറി ഇടപെടുന്നത്. ഓരോ തലവേദനകൾ വരും, എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സമയവും കൂടുതലെടുക്കും, ഊർജ്ജവും കൂടുതലെടുക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു മാസം കൊണ്ട് നമ്മൾ തീർക്കാമെന്ന് വെക്കുന്നത് ചിലപ്പോൾ 2 മാസമോ 2.5 മാസമോ ഒക്കെ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. 10-ാം ഭാവത്തിലെ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഗുണകരവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്പം താമസിച്ചാണെങ്കിലും ഐശ്വര്യം വന്നു ചേരും എന്നുള്ള ഒരു സമാധാനവും ഉണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങളാണെങ്കിലും, നമ്മൾ ജോലിയിൽ ഉയർച്ചയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആണെങ്കിൽ ആ സമൂഹത്തിലൊരു അംഗീകാരമാണെങ്കിലും ഒരല്പം ഒരു ഡിലേ വരും. ഒരു കാലതാമസം ഉണ്ടായതിന് ശേഷം മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നേരത്തെ ചെയ്ത വ്യാഴത്തിൻ്റെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ശനിയുടെ രാശിമാറ്റം സംബന്ധിച്ച പ്രവചനങ്ങളിലോ ഒക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. 11-ൽ ശനി വന്നപ്പം ഭയങ്കര ഗുണമാണ്, 2-ൽ വ്യാഴം വരുന്നത് അതീവ ഗുണകരമാണ്, അത് ധനവും സ്ഥാനമാനങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുമെന്നൊക്കെ പറയും. പക്ഷേ ഈ കാർത്തിക, രോഹിണി, മകയിരക്കാർ ഒരല്പം വെയിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ അനുഭവങ്ങൾ എത്തിച്ചേരുള്ളൂ. അപ്പം തിരക്ക് പിടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളതാണ്. രാഹുവും കേതുവും നൽകുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മാത്രം മുന്നോട്ട് പോകാനേ വഴിയുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനായിട്ട് കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ സംരംഭങ്ങൾ വിജയിക്കാൻ ഇരട്ടി അധ്വാനം വേണ്ടി വരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ച നിയമനം വൈകുമെങ്കിലും ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം ഈ നിയമനം നമുക്കപ്പോൾ അഡ്വൈസ് വന്നു, പോസ്റ്റിംഗ് ആകുന്നില്ല, അങ്ങനെ അങ്ങ് നിൽക്കുകയാണെന്നിരിക്കട്ടെ. അപ്പം നിയമനം നമുക്ക് ലഭിച്ചു എന്നാണ് നമ്മളെല്ലാവരോടും പറയുന്നത്. പക്ഷേ പോസ്റ്റിംഗ് ഓർഡർ വരുന്നില്ല. അങ്ങനെയാണ് ഈ ഡിലേ കൊണ്ടുവരുന്ന രാഹു. എന്നാൽ നിയമനം ക്യാൻസൽ ചെയ്തിട്ടില്ല, അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. കിട്ടും, പക്ഷേ കാലതാമസം വേണ്ടി വരും. നമുക്ക് മനസ്സ് തുറന്നങ്ങ് സന്തോഷിക്കാനുള്ളൊരവസരം വരാത്ത ഒരവസ്ഥ. ഇനി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പിന്നെ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്നത്, സാങ്കേതിക വിദ്യാരംഗം, അതായത് എൻജിനീയറിങ്, IT, മെക്കാനിക്കൽ വർക്കുകൾ, പിന്നെയുള്ളത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള, രസതന്ത്രം ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ, കെമിസ്ട്രി, കെമിക്കൽസ്, ഔഷധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമായ കാലഘട്ടമാണ്. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തിളങ്ങി നിൽക്കാനുള്ള
യോഗമുണ്ട്. അവിടെയും ഉള്ളൊരു പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ തിളങ്ങി നിൽക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ട് ആരെങ്കിലും ഇറങ്ങി വരുന്നത്. അതായത് ഒരു തുരുമ്പ് പിടിച്ച ഏതെങ്കിലും ഒരു പഴയ വാർത്ത എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ താറടിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഈ ഗ്രഹമാറ്റം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. ഈ രാഹുവിൻ്റെ സ്വഭാവമാണ് ഈ ധാർഷ്ട്യം. അപ്പോൾ ഈ രാഹുവിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് വളരെ പരുക്കനായിട്ട് പെരുമാറാനുള്ളൊരു പ്രവണത ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അധികാരികളുമായിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഇടപെടുമ്പം നമ്മൾ അറിയാതെ നമ്മുടെ വാക്കുകളിൽ ആ ധാർഷ്ട്യം കലർന്നു വരും. നമ്മുടെ കർമ്മരംഗത്താണിത്. അപ്പം ഒരു ജോലിയിൽ നമ്മൾ ഇരിക്കുകയാണ്, ഒരു ഓഫീസ് ജോലി ഇരിക്കുകയാണ്. അവിടെ വരുന്ന ഒരു സാധാരണക്കാരനോട്, ഒരു ഇടപാടുകാരനോട് നമ്മൾ മര്യാദയ്ക്ക് പെരുമാറണം എന്ന് നമ്മൾ ഉള്ളിലുണ്ടെങ്കിലും പറയുന്ന വാക്ക് ചിലപ്പം പരുഷമായി പോകും. അപ്പോൾ ബഹളമായി, പിന്നെ ചോദ്യം ചെയ്യലായി. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാർക്കും. അവർക്ക് ചിലപ്പോൾ നാക്ക് പിഴച്ച് ചില കാര്യങ്ങൾ അവരുടെ ഉൾപാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ അറിയാതെ അത് പുറത്തേക്ക് വന്നു പോകും. അങ്ങനെ നാക്കിന് പിഴവ് വരുന്ന ഒരു കാലമാണ് അതാണല്ലോ അവരുടെ കർമ്മഭാവം എന്ന് പറയുന്നത്. ആ 10ാം ഭാവം എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അറിയാതെ പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അതുപോലെ നമ്മളിപ്പം ഒരു ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബോസിനോട് പെരുമാറുമ്പം നമ്മൾ പാലിക്കേണ്ട ബഹുമാന്യമായ ഒരു പെരുമാറ്റം, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു പെരുമാറ്റം, അത് നമുക്ക് പാലിക്കാൻ പറ്റാതെ വരും. നമ്മൾ ചിലപ്പോൾ അറിയാതെ പരുക്കനായിട്ട് അങ്ങോട്ട് പെരുമാറും. അതൊരു അനിഷ്ടത്തിന് കാരണമായേക്കാം. അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ വളരെ സൂക്ഷിക്കണം. രാഹു കർമ്മഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ ഗുണഫലങ്ങളെന്ന് പറയുമ്പോൾ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ഈ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോഴേ വ്യക്തിഹത്യ വരാത്ത രീതിയിൽ, അതായത് തമാശയാകാം, പക്ഷേ മറ്റുള്ളവരെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നെനിക്കൊരു അഡ്വൈസ് പറയാനുണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ് ഓരോരോ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തമാശയാകാം, ഒരാളെ അനുകരിക്കുക, അയാളുടെ ഫീച്ചേഴ്സൊക്കെ കാണിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു അപമാനത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള യോഗമുണ്ട്. സമ്പാദ്യം വർദ്ധിക്കുന്നതാണ്. അതെന്താ, വ്യാഴം 2-ലില്ലേ നിൽക്കുന്നത്, അപ്പോൾ സമ്പാദ്യം വർദ്ധിക്കും. പക്ഷേ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം. കേതു കുടുംബത്തിൻ്റെ സ്ഥാനത്താണ്, 4-ലാണ് വന്നിട്ടുള്ളത്. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, അതായത് 4-ാമത്തെ ഭാവത്തിലാണ് കേതു വന്നെത്തിയിട്ടുള്ളത്. മാത്രമല്ല ചൊവ്വയായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയില്ലേ, വഴക്കുണ്ടാകാൻ ഉള്ള കാരണങ്ങൾ പലതും വെറുതെ പൊങ്ങി വരും. അപ്പോൾ നമുക്കെന്താണ്, ധനം കയ്യിലുണ്ട്, പക്ഷേ വീട്ടുകാർ ഒത്തൊരു ടൂർ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനസികമായ എതിർപ്പ് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ തമ്മിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞു വന്നതുകൊണ്ട് പോകാനുള്ളൊരു ഉത്സാഹം കാണുകയില്ല ഒരു ടൂർ പോകണമെന്ന് വെച്ചാൽ. ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകാതെ നമ്മൾ കൈകാര്യം ചെയ്യണം. എത്ര ദേഷ്യം വന്നാലും നല്ലൊരളവ് വരെ ക്ഷമ പാലിക്കണം. പൊതുജനങ്ങളുടെ ഇടയിൽ ജനസമ്മതി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സമ്പത്ത്, നമ്മുടെ വസ്തുവകകൾ, അതുപോലെ സ്ഥലത്തിൻ്റെയൊക്കെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെയൊക്കെ ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനായിട്ട് ഇടയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കും. അപ്പം സ്ഥലത്തിൻ്റെ വിൽപ്പനയോ വാങ്ങലോ ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വിൽപ്പനയോ വാങ്ങലൊക്കെ ആണെങ്കിലും അതിൻ്റെ രേഖകൾ കൃത്യമാക്കണം. എഗ്രിമെൻറ്റുകൾ, അതുപോലെ തന്നെ പരസ്പരം എഴുതുന്ന ഉടമ്പടികൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. ആലോചിച്ചും അല്ലെങ്കിൽ ആ രംഗത്തുള്ളവരുടെ എക്സ്പെർട്ടുകളുടെ ഉപദേശം തേടിയൊക്കെ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ കേതു വന്നിരിക്കുന്ന എവിടെയാണ്, 4-ലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ബാധിക്കുന്നത്, ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും. അപ്പോൾ കുടുംബം, വാഹനം, ജലം, ഇതിനെല്ലാം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം വളരെ സൂക്ഷ്മമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ പോലും വരാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ കേതു 4-ൽ ചൊവ്വയോടൊപ്പം കയറി നിൽക്കുന്ന ആഗ്നേയഗ്രഹമാണല്ലോ ചൊവ്വ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ വൈദ്യ സഹായം തേടണം.
അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ധാരാളം കുടിക്കണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ദേഹാരോഗ്യം ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാനസിക നിലയും അനുകൂലവും പ്രതികൂലവുമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ബന്ധുക്കളുടെ ഇടപെടൽ കാരണം പലപ്പോഴും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും, തെറ്റിദ്ധാരണകളൊക്കെ ഉടലെടുക്കും. ഈ ബന്ധുക്കൾ എന്തിനാണ് വരുന്നത്? അവർ സ്നേഹം പ്രകടിപ്പിക്കാൻ വരുന്നതാണ്. പക്ഷേ അവരുടെ സംസാരത്തിൽ പിഴവ് സംഭവിച്ച് വീട്ടിലൊരു വഴക്കുണ്ടാക്കാനുള്ള കാരണം ചിലപ്പോൾ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടും. പിന്നെ സുഹൃത്തുക്കളും മറ്റും നമ്മളോട് ഒരു പരിഭവം കാണിച്ച് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എതിർചേരിയിലോട്ടൊന്ന് ചായാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതിലൊന്നും നിരാശപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പിനേഷൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട്, ഗ്രഹങ്ങൾ ഇങ്ങനെ മാറുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്ന് സുഹൃത്തായിരിക്കുന്നവനെ നാളെ തള്ളിപ്പറയും. ഇങ്ങനെ നമ്മൾ നോക്കിക്കേ, പത്രത്തിൽ വാർത്തകൾ വായിച്ചാലും ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. അങ്ങനെ കുടുംബപരമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വരാൻ ജോലിക്കാർക്ക്, മേലധികാരികളിൽ നിന്ന് ശാസന കിട്ടാം. വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത വേണം, ഇല്ലെങ്കിൽ പിഴവ് സംഭവിക്കാം, അപകടം സംഭവിക്കാം. പ്രത്യേകിച്ച് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു നല്ല ശ്രദ്ധ പുലർത്തേണ്ടത്. പക്ഷേ വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. വ്യാഴം മിഥുനത്തിൽ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ദ്രോഹകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വലിയ സീരീസ് ഓഫ് ഇൻസിഡൻസ്, കുറേ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇടവക്കൂറുകാരുടെ അനുഭവം. അപ്പോൾ അവർക്ക് ധനം വരും, അവർക്ക് കൃഷിയുടെ ആദായം വരും, അവർക്ക് സന്തോഷിക്കാനുള്ള ചില അവസരങ്ങൾ വരും. പക്ഷേ അവിടെയെല്ലാം പൂർണ്ണ സന്തോഷം കിട്ടാത്ത രീതിയിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടപെടലുകൾ പ്രയാസപ്പെടുത്തും. ഇനി നമുക്ക് ഇടവക്കൂറുകാർ ചെയ്യേണ്ട ഒരു പരിഹാര കർമ്മങ്ങളെപ്പറ്റി കൂടെ നോക്കാം. അതായത് ഈ രാഹു കേതുക്കൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അതുപോലെ കേതുവും ചൊവ്വയുമായിട്ടുള്ള യോഗം, ഇതെല്ലാം കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിലെ രാഹു കേതുക്കൾക്ക് അർച്ചന സമർപ്പിക്കുക. അതുപോലെ പട്ട് വാങ്ങിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പട്ടും ഒരു നാണയവും കൂടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും നടയ്ക്കൽ സമർപ്പിക്കുക. ഇല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് നമ്മൾ ഓരോ ദീപം തെളിച്ചാലും മതി. എല്ലാ നവഗ്രഹങ്ങൾക്കും നെയ്വിളക്കോ അല്ലെങ്കിൽ എണ്ണ കൊണ്ടുള്ള വിളക്കോ ഒരു ദീപം എന്നുള്ള സങ്കല്പത്തിൽ തെളിക്കുന്നു. അപ്പോൾ ആ ദീപം നമ്മുടെ ജീവിതത്തിലേക്കും പ്രകാശമായിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ ഈ 9 ഗ്രഹങ്ങളുടെയും മുമ്പിൽ ദീപം തെളിയിക്കുക. സൂര്യൻ മുതൽ കേതു വരെയുള്ള 9 ഗ്രഹങ്ങളുടെയും മുന്നിൽ തെളിയിക്കുക. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയാൽ 9 തവണ പ്രദക്ഷിണം വെച്ച് തൊഴുക. അപ്പോൾ ആ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നവഗ്രഹ സ്തോത്രങ്ങളുണ്ട്, അത് ജപിക്കാം. മിക്ക ക്ഷേത്രങ്ങളിലും ഒരു ചെറിയൊരു ബോർഡിൽ ഓരോ നവഗ്രഹ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഇത് എഴുതി വെച്ചേക്കും, അതിൽ നോക്കി ജപിച്ചാലും മതി. ഇല്ലെങ്കിൽ ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പുസ്തകശാലയിൽ നിന്നൊരു പുസ്തകം വാങ്ങിച്ചാലും അതിനകത്തൊക്കെ നവഗ്രഹ സ്തോത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ. അപ്പം മനസ്സിന് നല്ലൊരു ശാന്തിയും ഒരു സന്തോഷവും ഒക്കെ ലഭിക്കും. പിന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, നമ്മൾ കുഴഞ്ഞു മറിഞ്ഞ മാനസികാവസ്ഥയിൽ അതിൽ നിന്നൊരു മോചനം കിട്ടും, ഒരു വഴി തെളിഞ്ഞ് കിട്ടും. പിന്നെ മാസത്തിലൊന്നെങ്കിലും ഗണപതിയെ തൊഴുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം കേതു നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സം വരാതെയും കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകാതെയൊക്കെ ഗണപതി ഭഗവാന് ഒന്ന് ദർശനം നടത്തുക. കഴിയുമെങ്കിൽ ഒരു വിളക്കെങ്കിലൂടെ തെളിക്കുക. കിടാവിളക്കുണ്ടെങ്കിൽ അതിൽ എണ്ണ വാങ്ങിച്ചൊഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. ഇൻ്റർവ്യൂവിനും ജോലിക്കുമൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നവർ ഒരു കറുകമാല വാങ്ങിച്ച് സമർപ്പിക്കുക. പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ പിറന്നാളിനോ അല്ലെങ്കിൽ പക്കപ്പിറന്നാളിനോ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളാണെങ്കിൽ ഒരു ഗണപതി ഹോമം സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറ്റുന്നത് വിഘ്നേശ്വരൻ നന്നായിട്ടത് മാറ്റിത്തരും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും മനപ്രയാസം മാറുകയും തടസ്സങ്ങൾ നന്നായിട്ട് കുറയുകയും ചെയ്യും. ഇനി രോഗാദി ദുരിതങ്ങളൊന്നും ഉണ്ടാകാതെ അതുപോലെ മാനസിക ആരോഗ്യത്തെ ഒന്നും
ഈ ഗ്രഹസ്ഥിതികൾ ബാധിക്കാതെ മഹാദേവനെ പ്രാർത്ഥിക്കുക. നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗുണകരമാണ്. ഇല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസമെങ്കിലും ഒന്ന് പോകാൻ നോക്കുക. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ശിവക്ഷേത്രത്തിലൊരു ദർശനം നടത്തുക. ആൽപ്രദക്ഷിണവും കൂടെ ചെയ്യുക. അവിടുത്തെ സർപ്പപ്രതിഷ്ഠകൾക്കും പ്രദക്ഷിണം ചെയ്യുക. നവഗ്രഹങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക. ശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗങ്ങൾ വരാതെ വളരെ ഗുണകരമാണ്. മനസ്സിന് കണ്ടമാനം പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശിവന് ധാര നടത്തുക. പിന്നെ കുടുംബദേവതയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പട്ട് സമർപ്പിക്കണം. അത് അല്ലെങ്കിലും അങ്ങനെ കുടുംബദേവതയ്ക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് ആ ദേവീക്ഷേത്രത്തിൽ നമ്മൾ നിത്യവും പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പോകുന്ന ദേവീക്ഷേത്രത്തിൽ പട്ട് സമർപ്പിക്കുക. അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. ദേവി തന്നെ പല സങ്കല്പത്തിലുണ്ട്. ഞാൻ ഭദ്രകാളി ക്ഷേത്രം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അപ്പം സൗമ്യഭാവത്തിലുള്ള ദേവിയാണെങ്കിൽ ദേവിക്ക് അർച്ചന സമർപ്പിച്ചാൽ മതി. മന്ദാരങ്ങൾ പുഷ്പം കൊണ്ടൊക്കെ അർച്ചനയുണ്ട്. ഓരോരോ ഉദ്ദേശങ്ങൾക്ക് ഓരോ രീതിയിലുള്ള അർച്ചനകളാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ സരസ്വതി ദേവിക്കാണെങ്കിൽ പ്രത്യേക അർച്ചനയുണ്ട്. അപ്പോൾ ദേവിയെ നിങ്ങൾ ഏത് സങ്കല്പത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള അർച്ചന സമർപ്പിക്കുക. വിളക്ക് തെളിയിക്കുക. ദേവീക്ഷേത്രത്തിൽ മിക്കയിടത്തും കിടാവിളക്ക് ഉണ്ടായിരിക്കും മുമ്പിൽ. അവിടെ എണ്ണ വാങ്ങി ഒഴിക്കുക. ഇല്ലെങ്കിൽ നെയ്വിളക്ക് തെളിക്കുക. ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് തെളിയിക്കുന്നതും കുടുംബസമാധാനത്തിന് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ ശനിദേവൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുക. പിന്നെ തടസ്സങ്ങളും ഒക്കെ മാറാനായിട്ട് ശംഖുപുഷ്പം കൊണ്ടൊരു അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ, ധനപരമായ ആനുകൂല്യങ്ങളൊക്കെ നിലനിൽക്കാനും പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരാനും മഹാവിഷ്ണു ഭഗവാന് അർച്ചനയോ പാൽപ്പായസമോ ഒക്കെ നിങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച് ചെയ്യുക. തുളസിമാലയോ എന്താണേലും സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വലിയ ധനം മുടക്കിയൊന്നും ഈ വഴിപാടുകൾ ചെയ്യേണ്ട. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ദേവനെ കാണാൻ പോകുമ്പോഴും രാജാവിനെ കാണാൻ പോകുമ്പോഴും കുട്ടികളെ കാണാൻ പോകുമ്പോഴും പ്രായമായവരെ കാണാൻ പോകുമ്പോഴും അവിടെ ഒരു സമർപ്പണം നടത്തണം എന്നാണ്. വെറും കൈയോടെ പോകരുതെന്നാണ് പഴയ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ കാണാൻ പോകുമ്പം ദേവചൈതന്യത്തെ എൻ്റെ മുമ്പിൽ നമ്മൾ അപേക്ഷിക്കാനായിട്ട് പോകുമ്പം നമ്മളാൽ കഴിയുന്ന ചെറിയ ഒരു ഓഫറിങ് അവിടെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നതെന്ന്. അപ്പം മനസ്സറിഞ്ഞ് നമ്മൾ ഒരു പൂമട്ട് കൊണ്ട് സമർപ്പിച്ചാൽ പോലും നമുക്ക് ചിലപ്പം വലിയൊരു നേട്ടമായിരിക്കും തിരികെ കിട്ടുന്നത്. അപ്പം ഈ ചെറിയ കാലയളവല്ലല്ലോ, 1.5 വർഷം രാഹുവും കേതുവും ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അതായത് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. പുറകോട്ടാണ് സഞ്ചാരം. അപ്പോൾ ഈ 1.5 വർഷം നമുക്ക് തടസ്സങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അതൊന്ന് ലഘൂകരിക്കുക. അത് സാഹചര്യങ്ങൾ, ശനിയുടെയും വ്യാഴത്തിൻ്റെയും ആനുകൂല്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് മാറ്റിയെടുക്കുക. ഈ ഉദ്ദേശത്തിലാണ് ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത്. നല്ല പ്രാർത്ഥനയോടെ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ. ഇടവക്കൂറുകാർക്ക് പിന്നെ അത്യാപത്കാലമൊന്നുമല്ല, അങ്ങനെ ആപത്തുകളെപ്പറ്റി ഒന്നും പേടിക്കേണ്ട. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ റിസ്ക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ സാഹസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, മല മുകളിൽ കയറുക, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുക, അതൊന്നും ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. രാഹുകേതുക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അപകടം പറ്റുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മനസ്സിനോ ശരീരത്തിനോ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്ന് തിന്നിയാലും മതിയല്ലോ. അപ്പോൾ ആ നമ്മുടെ കർമ്മത്തെ ബാധിക്കുന്ന രീതിയിൽ ജോലിക്ക് തടസ്സം അല്ലെങ്കിൽ ചെയ്യുന്ന ക്രിയയ്ക്ക് തടസ്സം എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്കൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥകൾ ഒന്ന് വിശകലനം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് പറയുക. കാരണം നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണല്ലോ ചാനലിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് സഹായമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും, ഇതുവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഒരു നന്ദി കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ധാരാളം സന്തോഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.